ഈ ഭവനത്തിൽ ഈ ശുശ്രൂഷകൾ നടക്കുകയാണ്. ഇതുവരെയും ഈ ശുശ്രൂഷകളോട് സഹകരിച്ച എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്കൊക്കെ സമയം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. കുടുംബാംഗങ്ങളൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയക്ലിപ്തത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത്. ഒട്ടും സമയം ദീർഘമാക്കി കൊണ്ടുപോകുന്നില്ല. എന്നാൽ ശുശ്രൂഷയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു തിരുവചന ഭാഗം ഞാനിവിടെ വായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സർവ മേഖലകളെയും തൊടുവാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകമാണ്. ലോകത്തിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള അനേക പുസ്തകങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്രീമെന്ന് പറയുന്നത് ഒരു പ്രത്യേക എയിമിലായിരിക്കും. എന്നാൽ ഒരു കുഞ്ഞു മുതൽ വാർദ്ധക്യമുള്ള മാതാപിതാക്കന്മാർ വരെ അവരുടെ എല്ലാ വ്യത്യസ്ത മേഖലകളെയും തൊട്ട് സംസാരിക്കുന്ന ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാണ്. ഈ വേദപുസ്തകം വായിക്കുന്ന, ഈ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയും ഒരു കുടുംബവും നശിച്ചുപോയി നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ഈ ഭവനത്തിൽ സാക്ഷ്യങ്ങളെല്ലാം അതിനെ സാധൂകരിക്കുന്നതാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇത്ര സ്പഷ്ടമായി സംസാരിക്കുന്ന വേറൊരു പുസ്തകം ഈ ലോകത്തിലില്ല. ഒരു ദിവസം കൂടെ കൂടുതൽ ജീവിക്കാൻ കൊതിയുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ വചനം സംസാരിക്കുന്ന എനിക്കും കൊതിയുണ്ട്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു വളർച്ചയും നന്മയും ഒക്കെ കാണണമെന്ന് മാനുഷികമായ ആഗ്രഹമുള്ളവൻ. എനിക്ക് ഇനിയും ജീവിക്കണ്ട, കർത്തൃസന്നിധിയിൽ പോയാൽ മതി എന്നെന്നോട് പറഞ്ഞ വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അല്ലാത്തവരെല്ലാം 90-ലധികം വയസ്സായി കിടപ്പ് രോഗിയായ ഒരു മാതാവ് തലമുറകൾ വന്നപ്പോൾ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, ഈ കഷ്ടതയുടെ ദിവസങ്ങൾ മാറിക്കിട്ടാൻ പറഞ്ഞ് എന്നെ ആ ഭവനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചപ്പം അമ്മച്ചി എൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിക്കുക, പാസ്റ്റർ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് മാതാവിൻ്റെ ആഗ്രഹം എന്താ? അല്പകാലം കൂടെ ജീവിക്കണമെന്ന മനുഷ്യരുടെ എല്ലാം ആഗ്രഹം. എന്നാൽ വിരലിലെണ്ണാവുന്ന ചില വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോകത്തിലെ ജീവിതം തൃപ്തിയായി, ഇനി എനിക്ക് നിത്യതയിലോട്ട് എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. അപ്പോൾ ഓരോ ദിവസവും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ തിരുവചന പുസ്തകം വായിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ മരണഭയം മാറുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലോട്ടോ മറ്റ് സാഹചര്യങ്ങളിലോട്ടോ ഒന്നും വരുന്നില്ല. എന്നാൽ പൗലോസ് എഴുതിയ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് അധൈര്യപ്പെടാതെ. അപ്പോൾ അധൈര്യം വരാൻ സാധ്യതയുണ്ട്. അതെന്തെങ്ങനെ അധൈര്യം വരുന്നത്? അടുത്ത പദം താൻ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു. 2 മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. 1 പുറമേയുള്ള മനുഷ്യൻ, 2 അകമയുള്ള മനുഷ്യൻ. ഈ ലോകത്തിൻ്റെ ഓട്ടം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് അവരുടെ എയിം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ ചുറ്റിപ്പറ്റി ഈ ലോകത്തിൽ എങ്ങനെ ഉന്നത അനുഭവങ്ങളിലേക്ക് വരാമെന്ന് ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമുക്കറിയാം, ഒരു ബ്രാക്കറ്റ് പീരീഡേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. എലമേമ്മച്ചി ഇവിടെ ഈ ദേശത്ത്, താൻ ജനിച്ചു വളർന്ന ദേശത്തു നിന്ന് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ ഭവനത്തിലേക്ക് വന്നു. ഇവിടെയും ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വിട്ടേച്ച് പോകേണ്ടി വന്നു. ഈ ഭൗതിക ശരീരം വാക്കും ഭാഷണവും കൂടാതെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും ഈ വഴിയായിട്ട് എന്ത് ചെയ്യണം? വരണം. പണ്ടൊരു വല്യപ്പച്ചൻ എഴുതി വെച്ച വിൽപ്പത്രം പോലെ ആകുവാൻ നമുക്ക് ആർക്കും ഒക്കത്തില്ല. തലമുറകൾ വഴക്കുണ്ടാക്കിയപ്പോൾ അമ്മാച്ചനെ വിളിച്ചോണ്ട് വന്നു, ഞങ്ങളുടെ പേരിൽ എന്ത് ചെയ്യണം? വസ്തു ഭാഗം വെച്ച് തരണം. ഒട്ടും ഇഷ്ടമില്ലാത്ത അപ്പച്ചൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവസാനം ഒരു ക്ലോസ് എഴുതി വെച്ചു, തലമുറയുടെ കാലശേഷം ഇതെല്ലാം എനിക്ക് തിരികെ വന്ന് ചേരും. അപ്പച്ചൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? മക്കൾ കഴിഞ്ഞാലും ഞാൻ ഈ ലോകത്തിൽ എന്ത് ചെയ്യും? ജീവിക്കും. മനുഷ്യ, നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അപ്പം ഈ പുറമെയുള്ള മനുഷ്യന് വേണ്ടി നോക്കി കാത്തിരിക്കുന്ന മനുഷ്യൻ
അവരെ നോക്കി പൗലോസ് പറയുക, അധൈര്യപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുക. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഐറ്റംസ് എന്താണ്? അത് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. നമ്മുടെ യൗവനം പിടിച്ചു നിർത്താൻ നമ്മൾ ചിന്തിക്കുന്ന ഐറ്റംസ് ആണ് ഇന്ന് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്. അകത്ത് നമ്മുടെ ആരോഗ്യം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമെങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ എനിക്കൊട്ടും ക്ഷീണം എന്ത് ചെയ്യരുത്, തോന്നരുതെന്നുള്ള ചിന്തയിലാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ പൗലോസ് പറയുക, ഈ ശരീരം ക്ഷയിക്കുമ്പോൾ, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ നമുക്ക് അധൈര്യം വരും. പക്ഷേ ആ മേഖലയിൽ നിങ്ങൾക്ക് ധൈര്യം എങ്ങനെ വരുമെന്നറിയാമോ? അഹമ്മയുള്ള മനുഷ്യൻ ഓരോ ദിവസവും ബലപ്പെടുകയാന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഭരിക്കാനിടയാകണം. എനിക്കിപ്പോൾ 42 വയസ്സിലോട്ട് പ്രവേശിക്കുകയാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ ഞാൻ കർത്താവിനെ കണ്ടെത്തിയത് 17-ാം വയസ്സിലാണ്. അന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി മാറിയത്. നമുക്കറിയാം, ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു മതമോ ഒരു സഭയോ ഒന്നും നമ്മുടെ കർത്താവ് സ്ഥാപിച്ചില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം കേൾക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം. അവൻ കാണിച്ചു വെച്ച ഒരു വഴിയുണ്ട്. ആ വഴിയെ പിന്തുടർന്ന് ചെല്ലുന്നവർക്ക് മാത്രമേ നിത്യതയിൽ കടന്നു ചെല്ലുവാൻ ഇടയുള്ളൂ. മുമ്പേ ഇവിടെ വചനം സംസാരിച്ച കർത്തൃദാസന്മാർ ഒരാൾ ഓർപ്പിച്ചു, നമ്മുടെ ജീവിതത്തെ അളക്കുന്ന അളവുകോലാണ് ഈ പുസ്തകം. ഈ പുസ്തകം വെച്ചാണ് ഓരോരുത്തരെയും അളക്കുന്നത്. അവിടെ ഞാൻ ഇന്നയാളുടെ ബന്ധമായിരുന്നു, ഞാൻ ഇന്നയാളുടെ സ്വന്തക്കാരനായിരുന്നു, ഇന്ന പള്ളിയോട് ഇന്ന സഭയോട് ഞാൻ ഏറ്റവും അടുത്ത് നിന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലൊന്നും അവിടെ വില പോവുകയില്ല. നമുക്ക് കാണുവാൻ സാധിക്കും. ഉപമകൾ പറയുമ്പോൾ തന്നെ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, അനേകർ യേശുവിൻ്റെ നാമത്തിൽ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ യേശു പറയാം, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. നമ്മൾ യേശുവിനെ അറിയുന്നു എന്നുള്ളത് സത്യം തന്നെയാ. ഈ പുസ്തകത്തിൻ്റെ മുൻഭാഗം നിന്നുകൊണ്ട് സമയപരിധിയിൽ ഒരു സുവിശേഷകനായ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവ് നമ്മളെ അറിയുന്നുണ്ടോ? എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ടോ? ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നൽകിയിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അപ്പോൾ പുറമേയുള്ള മനുഷ്യൻ ഓരോ ദിവസവും ക്ഷയിക്കും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും കർത്താവിനെ അറിയാനിടയായത് 17-ാം വയസ്സിലാണ്. അതിനു മുമ്പ് വരെ മാതാപിതാക്കന്മാർ പറഞ്ഞതിനനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കർത്താവുമായൊരു എൻകൗണ്ടർ വന്നപ്പോൾ, യേശു എന്ന യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടാണ് ഓരോ സ്റ്റെപ്പുകൾ ഒരു ദൈവവൈതലായി വെക്കുവാനിടയായി തീർന്നത്. ഇന്ന് പകൽ ഈ ഭൗതിക ശരീരത്തിന് മുൻപാകെ നമ്മളായിരിക്കുമ്പോൾ ഈ മാതാവ് കാണിച്ചു വെച്ച ഒരു മാർഗമുണ്ട്. ഇനി മാതാവ് ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. മാതാവ് ഉയർത്തിയ ഒരു പുസ്തകമുണ്ട്, താൻ പിന്തുടർന്ന ഒരു മാർഗമുണ്ട്. ഈ ഭൗതിക ശരീരം നമ്മൾ ആഹ്വാനം ചെയ്യുക, ഈ മാർഗത്തിലൂടെ നിങ്ങൾ വന്നാൽ തീർച്ചയായും ഞാൻ എത്തിയ സ്ഥലത്ത് നിങ്ങൾക്കും എത്തുവാൻ കഴിയും. അതുമാത്രമേ ദൈവദാസന്മാരായ ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളൂ. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കും, പക്ഷേ അകമയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? നാൾക്ക് നാൾ ബലപ്പെടുവാനിടയാകണം. എൻ്റെ അകത്തെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നു? ഞാൻ കർത്താവിനെ അറിഞ്ഞ നാളുകൾ പോലെ തന്നെയാണോ? അത് ഓരോ ദിവസവും അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ഈ ലോകം താൽക്കാലികം. അതുകൊണ്ടാണ് ഭക്തനായ പൗലോസ് പറഞ്ഞത്, ഇത് ചപ്പ. എന്നാൽ കാണാത്തൊരു ലോകമുണ്ട്, അത് നിത്യമായ ജീവിതമാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ഇന്ന് രാവിലെ മുതൽ ദൈവദാസന്മാർ ദൈവവചനത്തിലൂടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ സംസാരിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പിടിച്ചു നിർത്തട്ടെ. അധൈര്യപ്പെടുവാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് എൻ്റെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്നുള്ള ബോധ്യത്തിലാണ്. ആ ബലത്തിൽ, ആ കൃപയിൽ വർദ്ധിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവമുഖത്തേക്ക് നോക്കി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളായി? ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ട് എത്ര ദിവസങ്ങളായി? ഒരു യാന്ത്രികമായ ജീവിതം ഞാൻ നയിച്ച് മുന്നോട്ട് പോവുകയാണോ? ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ഞാൻ ഒതുക്കപ്പെടുകയാണോ? അതോ യഥാർത്ഥ ഒരു ക്രിസ്തു ശിഷ്യനായി എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് എൻ്റെ പ്രാണനെ ചോദിച്ചാൽ, അല്ല, കർത്താവിൻ്റെ ശബ്ദം കാഹളധ്വനി കേൾക്കുകയാണെങ്കിൽ